എൻ്റെ പേര് തങ്കച്ചൻ, ഇത് വൈഫ് ലൂസി, സ്ഥലം മണ്ണുത്തി. ഞങ്ങളുടെ മോൾക്ക് ലഭിച്ച 2 അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. മോള് MDക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ സമയത്തായിരുന്നു അഡ്മിഷൻ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ 3rd അലോട്ട്മെൻറ്റിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 2nd ഉം 3rd അലോട്ട്മെൻറ്റും തമ്മിൽ ഏതാണ്ട് 1.5 മാസത്തിൽ ഡിലേ വന്നിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റിയുടെ നിബന്ധന അനുസരിച്ചിട്ട് അവസാന വർഷം 80%, ഓരോ വർഷവും കഴിഞ്ഞിട്ട് അവസാന വർഷം മാത്രം 80% അറ്റൻഡൻസിൻ്റെ ഒരു പ്രോബ്ലം വന്നു. പക്ഷേ അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഭയങ്കര ബുദ്ധിമുട്ടിലും ടെൻഷനിലുമായിരുന്നു. പരീക്ഷയ്ക്ക് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അനുകൂലമായിട്ടൊരു ഉത്തരവ് ലഭിക്കുകയും അങ്ങനെ പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്തു. ദീപികാരുണ്യനാഥൻ അവൾക്ക് ഉന്നതമായ ഒരു വിജയം നൽകി അവളെ അനുഗ്രഹിച്ചു. ഇന്നാണ് റിസൾട്ട് വന്നത്. രണ്ടാമത്തെ അനുഗ്രഹം, ഞങ്ങൾ 2024 ജനുവരി 1-ാം തീയതി മുതലാണ് ദീപികാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുത്തു തുടങ്ങിയത്. അപ്പോൾ മോളുടെ അസിസ്റ്റൻറ്റ് സർജൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. 2021 ലാസ്റ്റിൽ മാർച്ച് മാസത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നെങ്കിലും ഏതാണ്ട് 2 വർഷത്തോളം ഉന്നതമായ നല്ലൊരു റാങ്ക് ഉണ്ടായിരുന്നെങ്കിലും പോസ്റ്റിംഗ് ഒന്നും നടക്കാതെ ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ ആരാധനയിൽ പങ്കെടുത്ത് 4ാമത്തെ ദിവസം തന്നെ അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ആ മാസം 19-ാം തീയതി തന്നെ അസിസ്റ്റൻറ്റ് സർജനായിട്ട് ജോയിൻ ചെയ്യുകയും ഇപ്പോൾ ലീവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും നല്ല വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ദീപികാരുണ്യനാഥനും പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനാട്ടച്ഛനും അച്ഛൻ്റെ ടീമംഗങ്ങൾക്കും ഇവിടുത്തെ എല്ലാ ടീമംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല സന്തോഷത്തോടെ കൈകളടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ മകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MDക്ക് പഠിക്കുന്നു. പേരെന്നതാ? നിസ മരിയ. MDക്ക് പഠിച്ച് വെറുതെ ഒരു ജയമല്ല, 2nd റാങ്കോടുകൂടിയാണ് MD പാസ്സായത്. നിസാര കാര്യത്തല്ല, നിസാര തോതിലല്ല. അതുപോലെ തന്നെ ആ സഹോദരി ജീവിത പങ്കാളി ഉന്നതമായ വിജയങ്ങൾ കൊടുത്തു. നല്ല ജോലിയിലേക്ക് 2 പേരും ഡോക്ടേഴ്സായി ഇപ്പോൾ ജോലി ചെയ്യുന്നു അല്ലേ. നമുക്ക് ഒരു കുടുംബത്തെ നമ്മൾ ഇവിടെ സ്ഥിരം വരുന്നവർക്ക് കാണാം, എല്ലാ ദിവസവും ജെറുസലേമിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്, മാതാപിതാക്കളാണ് ഇവർ. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കമില്ല. അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നിതാ എല്ലാവർക്കും ഉന്നതമായ പ്രൊഫഷനിൽ ഉയർന്ന വിജയങ്ങൾ നൽകി ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹിച്ചു. ഇതുപോലെ അനുഗ്രഹിച്ചതിനോർത്ത് കൈകൾ ഉയർത്തിയടിച്ച് തമ്പുരാന് നമുക്ക് നന്ദി പറയാം.